Greetings to all in the name of our Lord and Savior Jesus Christ. I'm so glad here to be with you, all of you, once again. Last time I was here in October for my granddaughter's dedication in October 2023. I'm so glad with us, Pastor Stanley and Pastor Benson. Whenever I come here, usually I worship with the Pastor James and family. They are here in Dallas. Me and my wife came last Sunday for the delivery of my daughter. So God heard our prayer and He was good to us for all these years. Once again, I thank you for all your prayer for me and my family all these years. I'm going to share words in Malayalam. That's very familiar with me and not familiar with English much. പ്രിയമുള്ളവരെ, ഈ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. only 5 words. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഹല്ലേലൂയ. ഈ ടോക്കിംഗ് അബൌട്ട് ദ സിയോൻ യാത്രയെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ കൂടാരത്തിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന്റെ പർവ്വത്തിൽ അല്ലെ വിശുദ്ധ പർവ്വത്തിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഹാവ് സർട്ടൻ ഗൈഡ് ലൈൻ, സർട്ടൻ ക്യാരക്ടർ. ആ താഴെ 2 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. 10 കാര്യങ്ങൾ ഇതാണ് പറയുന്നത്. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, നാവ് കൊണ്ട് കുരള പറയാതെ, ദാറ്റ് മീൻസ് ഫാൾസ് വേർഡ്സ്, സ്ലാൻഡർ വിത്ത് ഹിസ് ടങ്സ്. തന്റെ കൂട്ടുകാരന് ദോഷം ചെയ്യാതെ ഇരിക്കുക, കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുക, വഷളിനെ നിന്ദനായി എണ്ണുക, യോഭക്തന്മാരെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ട് ഛേദം വന്നാൽ മാറാതെ ഇരിക്കുക, പിന്നെ തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തൊരു വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു നാളും കുലുങ്ങിപ്പോകില്ല. ഹല്ലേലൂയ. ഒരു ഭക്തന്റെ ഒരു 10 സ്വഭാവങ്ങളാണ് ഇത് പറയുന്നത്. ഈ ഗൈഡ് ലൈൻസ്, ഈ ക്യാരക്ടർ ഉള്ളവർക്ക് മാത്രമേ ആ സ്വർഗരാജ്യത്തിൽ അല്ലെങ്കിൽ നിത്യതയിൽ ആ സിയോനിൽ എത്തിച്ചേരാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ ജീവിച്ച ആരെങ്കിലും ബൈബിളിലുണ്ടോ? ഞാൻ ആദ്യത്തെ തുടങ്ങുന്ന തന്നെ 2 ക്വസ്റ്റ്യൻ ആണ്. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ഹല്ലേലൂയ. ഈ കൂടാരത്തിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ ചില സ്വഭാവങ്ങൾ വേണം. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരാളിനെ കണ്ടു. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഇപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 7 തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഒരാളിനെ കാണാൻ കഴിയും. ദൈവത്തിന്റെ ദാസനായ മോശയുടെ കൂടെ നടന്ന യോശുവയെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത്. ഞാൻ അതിൽ 11ാമത്തെ വാക്യം മാത്രം വായിക്കാം. ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ആ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്ന ഒരു മനുഷ്യനായിരുന്നു യോശുവ. നമ്മുടെ വിശുദ്ധ വേദപുസ്തകം താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ അവന്റെ ഗുണത്തെക്കുറിച്ച് സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തില് അതിന്റെ 12 തൊട്ട് താഴോട്ട് കാണാൻ കഴിയും. അത് പറയുന്നത് ഇസ്രായേൽ മക്കൾ അവരുടെ മരുഭൂമി യാത്രയിൽ സീൻ മരുഭൂമിയിലെത്തിയപ്പോ ദൈവത്തിന്റെ മോശയ്ക്ക് വിരോധമായി സംസാരിച്ചു. അപ്പോഴ് മോശ ദൈവത്തോട് പറഞ്ഞ് ഈ ജനത്തിന് വെള്ളമില്ല. അപ്പോൾ ആ വെള്ളം അവർക്ക് കൊടുക്കാൻ വേണ്ടി ദൈവം മോശയോട് പറഞ്ഞു, നീ പാറമേ നിൽക്കുക. എന്നാല് അവൻ പാറയെ അടിച്ചു. ദൈവത്തിന്റെ ഒറ്റ ഒരു കൽപ്പന അവൻ അനുസരിക്കാഞ്ഞതുകൊണ്ട് അവനോട് പറഞ്ഞു, നീ വാഗ്ദത്ത ദേശം എത്തുകയില്ല. ഹല്ലേലൂയ. നോക്കിക്കേ, യേശുവിൻ ദൈവത്തിന്റെ കൂടെ നടന്ന സീനായ് പർവ്വതത്തിൽ നടന്ന് അവനെ മുഖാമുഖമായി സംസാരിച്ച് ആ ഒരു ഭക്തനായ മനുഷ്യന്റെ ഒറ്റ ഒരു ചെറിയ കാര്യം കൊണ്ട് അവനോട് പറഞ്ഞു, നീ വാഗ്ദത്ത നാളെ കാണുകയില്ല. ഹല്ലേലൂയ. നമ്മളെ തന്നെ ഈ രാവിലെ സമയം ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ
യോഗത്തിന് വരുന്നുണ്ട്, കൈയടിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കൊച്ചു കാര്യം കൊണ്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ ആരാധനയ്ക്ക്, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സമുണ്ടോ എന്ന് രാവിലെ സമയം നമ്മൾ ഒരിക്കൽ കൂടെ ചിന്തിക്കുവാൻ ഇടയാക്കട്ടെ. ഞാൻ സംഖ്യയുടെ പുസ്തകം പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് 18-ാമത്തെ വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചത്, എന്റെ ആത്മാവുള്ള പുരുഷനായി നിന്റെ നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ ഏലിയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവനെ കാണുക, അവനെ ആജ്ഞ കൊടുക്കുക, അവനെ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് താഴെ നമ്മൾ വായിക്കുമ്പോൾ നിന്റെ ആത്മാവിന്റെ ഒരു അംശം എടുത്ത് അവന് കൊടുത്ത് അവനെ നിനക്ക് ശേഷം ഈ ജനത്തെ നയിക്കാൻ വേണ്ടി ഏൽപ്പിക്കണമെന്ന് അവന് ഓർഡർ കൊടുക്കുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ പ്രിയമുള്ളവരെ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും you know that when COVID came, everybody got 1, 2 and 3. Somebody got booster, fourth booster also. ഹല്ലേലൂയ. ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നതാണ്, ഞങ്ങൾക്ക് മാൻഡേറ്ററി ആണ് എടുക്കണമെന്നുള്ളത്. ഞാനത് എടുത്താണ്. ഹല്ലേലൂയ. കാരണം ഈ വൈറസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, you have to have the presence of the Holy Spirit. Then only you can overcome this world. That's what in the Bible says. എന്റെ ആത്മാവുള്ള, കാരണം എന്റെ ആത്മാവ് എന്ന് പറയാൻ കാരണം ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഹല്ലേലൂയ, ഇവൻ ആരാന്നറിയാമോ? എഫ്രൈം ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഇവന്റെ വല്യപ്പൻ ആരാന്നറിയാമോ? യോസഫ്. ഫറവോന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ സ്വപ്നം വിവരിച്ചോ പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള ഒരു പുരുഷനെ പോലെ ഇവൻ അല്ലാതെ ആരെങ്കിലും കണ്ടു കിട്ടുമോ? ഹല്ലേലൂയ. നമ്മുടെ പേര് പെന്തക്കോസ്തുകാരാണ്. ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്ന ദൈവവചനം ദൈവത്തിന്റെ ആത്മാവിലാണ്. പ്രിയമുള്ളവരെ, ഏത് കാലഘട്ടത്തിലും, എസ്പെഷ്യലി ഐ ടോക്കിംഗ് അബൌട്ട് ദി യങ് പീപ്പിൾ, even though you go to high school or college or anywhere, you read Bible and everything, but you have to have the presence of the Holy Spirit to overcome this world. That's what, as a Pentecostal, God's decision, God's plan about us. ഈ ആത്മാവ് ലഭിച്ച, അതുപോലെ തന്നെ ഈ യോസഫിന്റെ വല്യപ്പനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അവന്റെ പേര് യാക്കോബ് എന്നാണ്. ഈ ജെനിസിസ് ചാപ്റ്റർ 25-27 കാണുന്നുണ്ട്. അവൻ സഹോദരന്മാർ ഏശാവാണ്. അവൻ നായാട്ടുകാരനും വനവാസിയുമായിരുന്നു. എന്നാൽ ഏശാവ് സാധുശീലനും അവൻ കൂടാരവാസിയുമായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 7 തൊട്ട് വായിക്കുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത്, അവൻ വാഗ്ദത്ത ദേശത്ത് അന്യദേശത്തുന്ന പോലെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനമുള്ളതായ ഭവനത്തിനായി കാത്തിരുന്നു. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ അവൻ ആ കൂടാരത്തിന്റെ വാതിൽ ഇരിക്കുമ്പോഴാണ് 3 പുരുഷന്മാര് അവന് പ്രത്യക്ഷനാകുവാനിടയായത്. പ്രിയമുള്ളവരെ, അവൻ ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ തന്നെയും ഹല്ലേലൂയ ദൈവത്തിന്റെ ടെന്റിൽ, ദൈവത്തിന്റെ കൂടാരത്തിൽ ജീവിച്ചവനാണ്. ഹല്ലേലൂയ. ഞാൻ ഓടിപ്പോകട്ടെ, എന്നെ ചിന്തിപ്പിച്ച ചില കാര്യങ്ങളാണ്, എന്നോട് ദൈവം സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവില്ലെങ്കിൽ നമുക്കൊരു വാക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 15-ാം സങ്കീർത്തനം എഴുതിയ ദാവീദ്, അവന്റെ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം ക്ലോസ് ടു 3000 years അവൻ രാജാവായിരിക്കുന്ന സമയത്താണ്. BC 900 മുമ്പാണ്, 990 ആണ് അവൻ രാജാവായിരുന്ന സമയം. ഏകദേശം 3000 years ആയി. അന്നത്തെ കാലഘട്ടം പോലാണ് ഇന്നത്തെ കാലഘട്ടം. ഇതിന്റെ അകത്തെ ആ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നാവുകൊണ്ട് കുരുള പറയാതെ സത്യം ചെയ്യാൻ, സത്യം ഇല്ലാത്ത ഒരു കാലഘട്ടം. നമ്മൾ ഓർത്ത് നോക്കിക്കേ, നമ്മൾ പോകുന്ന ഈ കമ്മ്യൂണിറ്റികളിൽ, നമ്മൾ പോകുന്ന ചില ചർച്ചകളിലൊക്കെ ഓർത്ത് നോക്കിക്കേ, എന്തെങ്കിലും ഉണ്ടോ? They go with the flow, but we have to overcome this world only by the presence of the Holy Spirit. That's what we need. ഞാൻ ഓടിപ്പോട്ടെ. ഈ ആവർത്തന പുസ്തകം ഡിട്രോണമി ചാപ്റ്റർ 34 പറയുന്നുണ്ട്, ആ മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, അബാരീം പർവ്വതത്തിൽ കയറി, ഇതൊക്കെയുമാണ് ഞാൻ നിന്റെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത സ്ഥലം, അത് നീ ജസ്റ്റ് കണ്ടോ, നിനക്ക് അവിടെ കടക്കത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഈ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തില് ദൈവം യോശുവയോട് പറയുന്നുണ്ട്, ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ തന്നെ നിന്നോടും ഇരിക്കും,
നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ അകത്തെ ഒരു വാക്യം മാത്രം വായിക്കുന്നു. അതിന്റെ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അത് എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി തീരുവാനിടയാകും. ഹല്ലേലൂയ. നോക്കിക്കേ, നിന്റെ വായിൽ നിന്ന് ഈ വചനം മാറിപ്പോകരുത്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ ദൈവത്തിന്റെ ഈ വചനം നമ്മുടെ നാവിൽ വേണം. നമ്മൾ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കുവാണെങ്കിൽ 2-ാം അധ്യായത്തില് പിന്നെ യോശുവ ഒറ്റുകാരെ അയക്കുന്നു, അവൻ ഈ കനാൻ ദേശം കാണുവാൻ വേണ്ടി. എന്നാൽ 3-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ ഈ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. എന്നാൽ അവർക്ക് അടുത്ത കടമ്പ എന്ന് പറയുന്ന, അടുത്ത ഹെഡിൽസ് എന്ന് പറയുന്നത് യോർദാൻ നദി. അവിടെ നടന്നതുപോലെ പറ്റത്തില്ല ഈ യോർദാൻ കടക്കണമെന്നുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ആ പട്ടകം ധരിച്ച പുരോഹിതന്മാരുടെ ഉള്ളങ്കാല് ആ യോർദാനിൽ ചവിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വെള്ളം വേർപിരിവാനിടയായി. അവര് ആ വാഗ്ദത്ത ദേശത്ത് അവർ കാല് വെക്കുവാനിടയായി. ഹല്ലേലൂയ. നോക്കിക്കേ, ഇതിന്റെ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും, അവനോട് പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അന്ന് യഹോവ യോശുവയോട് എല്ലാ ഇസ്രായേൽ, ഓക്കെ, 3-ാം അധ്യായത്തിന്റെ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. പിന്നെ യഹോവ യോശുവയോട് ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് ഇസ്രായേൽ ജനം എല്ലാം അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ ആത്മാവുള്ള ഒരുത്തനോട് ദൈവം പറയാണ്, നിന്റെ വായിൽ നിന്ന് എന്റെ വചനം മാറിപ്പോകാതെ നീ പ്രവർത്തിച്ചാൽ നിന്നെ ഞാൻ വലിയവനാക്കും. ആരുമല്ല, മനുഷ്യരാരുമല്ല പറഞ്ഞ്, ദൈവമാണ് അവനോട് പറഞ്ഞത്. അതിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെ മുമ്പാകെ വലിയവനാക്കി. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മനുഷ്യര് നമ്മളെ വലിയവരാക്കിയാൽ നമ്മൾ ഒന്നും ആകത്തില്ല. ആ ദൈവം നമ്മളെ ആക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഞാൻ ഓടിപ്പോകട്ടെ. 5-ാം അധ്യായത്തില് ഇങ്ങനെ കാണുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ 40 വർഷം അവർ നീണ്ടു. അവര് 6 ലക്ഷം ആൾക്കാര്, പുരുഷന്മാര് 20 ലക്ഷം പേര് വന്നെന്നാ പറഞ്ഞ്. അന്ന് പ്രായപൂർത്തിയായി 20 വയസ്സിന് മുമ്പുള്ള ആൾക്കാർ മുഴുവൻ പരിച്ഛേദനയേറ്റു. എന്നാൽ അതിനുശേഷമുള്ളത് പരിച്ഛേദനയില്ല. 5-ാം അധ്യായത്തിൽ അവര് പരിച്ഛേദനയേറ്റു കഴിഞ്ഞപ്പോ ആ സ്ഥലത്ത് നിന്ന് ആ സ്ഥലത്തിന്റെ പേര് 5:9 യഹോവ യോശുവയോട് ഇന്ന് ഞാൻ മിസ്രയീമിനെ നിന്നെ നിങ്ങൾ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ നിന്ന മാറുവാനിടയായി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ ദൈവത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ഹല്ലേലൂയ, നമ്മളെ ആരും തൊടുവാൻ കഴിയത്തില്ല. നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ വലിയവനാക്കുവാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. നോക്കി, അന്ന് അവരെ ആ പെസഹ ആചരിച്ചു കഴിഞ്ഞപ്പോ അവരുടെ മന്ന അവിടെ നിന്നു. അവർക്ക് ആ ആണ്ടിൽ അവിടുന്ന് അവിടെ വിതച്ച് അവർക്ക് വിളവ് കിട്ടുവാനിടയായി. ഞാൻ ഒരു വാക്യം കൂടെ അതിനകത്ത് വായിക്കുന്നു. യോശുവ 5-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. യോശുവ യെരിഹോവിന്റെ സമയത്തിരിക്കുമ്പോൾ അവൻ തലയുയർത്തി ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവനെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവന്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. അതിനവനല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയെ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് അവനോട്, കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു. നോക്കിക്കേ, ആ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ മുന്നിൽ ഹല്ലേലൂയ, നമ്മൾ മുമ്പേ പാടിതെന്തുവാ, ആരാധിച്ചാർത്തിടുമ്പോൾ എരിഹോവിന്റെ മതിൽ വീഴും. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ എരിഹോവിന്റെ മതിൽ വീഴുന്നതിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഹല്ലേലൂയ. അതങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ചെങ്കടൽ കടന്നതുപോലോ യോർദാൻ കടന്നതുപോലോ ഒന്നുകൊണ്ട് പറ്റത്തില്ല മകനെ. ദൈവത്തിന്റെ സൈന്യത്തിന്റെ അധിപതി വാൾ ഉരിപ്പിടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി മുന്നേ നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിലുള്ള എരിഹോവിന്റെ മതിലുകളെ അവരെ 7 ദിവസം ഓരോ പ്രാവശ്യം വെച്ച് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റി യഹോവയെ പാടി സ്തുതിച്ചു കഴിഞ്ഞപ്പോഴാണ് എരിഹോവിന്റെ മതിൽ വീഴുവാനിടയായത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സാധാരണ വി ആർ നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. വി ഹാവ് ഓൾ
face all the temptation and all kind of problems in our life. But we can only overcome by the grace of God and the power of Holy Spirit. Otherwise, നമ്മുടെ ഡോക്ടർമാരെല്ലോ മരുന്നിലൊന്നും ആലോചിക്കണ്ടേ. ഞാൻ റീസെന്റ് എസ്പെഷ്യലി ഐ എം വർക്കിംഗ് ഞാൻ റെസ്പെക്റ്റീവ് തെറാപ്പിസ്റ്റ് ആണ്. പ്രിയമുള്ളവരെ, ഓരോരുത്തരുടെ ലൈഫ്, ഒരു ചെറുപ്പക്കാര്, ആരോഗ്യമുള്ളവർ, സമ്പത്തുള്ളവർ, സൗന്ദര്യമുള്ളവരൊക്കെ ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് മാറിപ്പോകുന്നത്. ഹല്ലേലൂയ. റീസെന്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ എത്രയോ ചെറുപ്പക്കാരാണ്, 30-നും 50-നും ഇടയ്ക്കുള്ള ചെറുപ്പക്കാര് പെട്ടെന്ന് മരിച്ചു പോകുന്നു. ഹല്ലേലൂയ. എന്റെ സിസ്റ്ററിലോ ഒക്കെ ആസ്ട്രേലിയയാണ്, അവളുടെ കൂടെ ജോലി ചെയ്ത് ഡെന്റിസ്റ്റ് സിനി എന്ന് പറയും. ഇന്നലെ അവള് മരിച്ചുപോയി. അവൾക്ക് ക്ലയോബ്ലാസ്റ്റോമ, ബ്രെയിൻ ട്യൂമർ ആയിരുന്നു. 3 പെൺകുഞ്ഞുങ്ങളുള്ളവളാണ്. ഹല്ലേലൂയ. ഞങ്ങൾ നാളുകളായിട്ട് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ലോക ജീവിത യാത്രയിൽ നമുക്ക് നിലനിൽക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനവും അവനോട് പറഞ്ഞതുപോലെ നിന്റെ വായിൽ നിന്ന് ഈ വചനം മാറിപ്പോകരുത്. നിന്റെ വചനം മാറിപ്പോയിരിക്കുന്നുവെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ വലിയവനാക്കും. ആക്കിയതുപോലെ തന്നെ ആക്കിയില്ലേ? അവൻ അതുപോലെ തന്നെ ദൈവത്തിന്റെ സൈന്യത്തിന്റെ അതിന് ഇറങ്ങി വന്നില്ലേ? ഹല്ലേലൂയ. അവൻ അതുകൊണ്ട് മാത്രമാണോ പറ്റിയത്? ഞാൻ 10-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. അവര് ഹായ് പട്ടണം പിടിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അമോനരെ എതിർക്കണമായിരുന്നു. ഹല്ലേലൂയ. അമോനരെ എതിർക്കണമെന്നുണ്ടെങ്കിൽ, അവരോട് ഡിഫെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയാമോ? അവർ യുദ്ധം ചെയ്തു. അവർക്ക് ടൈം റൺ ഔട്ട്. അവനൊരു ഒറ്റ വാക്ക് കൊണ്ട് പറഞ്ഞു, സൂര്യ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയ്യോൻകാരിൽ നിൽക്കുക. ഹല്ലേലൂയ. അധികാരത്തോടെ ഇന്ന് രാവിലെ കൽപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്റെ ഏത് വിഷയവും ഹല്ലേലൂയ. അത് പറയുന്നത് 10-ാം അധ്യായത്തിന്റെ 12, യോശുവ 10:12-13 വായിച്ച് നോക്കിയാൽ അറിയാം. അതിനു മുൻപോ അതിന് ശേഷമോ ഇന്ന് വരെയും സൂര്യൻ അങ്ങനെ ഒരിടത്തും നിന്നിട്ടില്ല. ഹല്ലേലൂയ. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ദൈവം നിനക്കേണ്ടി ഇറങ്ങി വരും. കാരണം നീ ദൈവത്തിന്റെ കൂടാരത്തിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവ്വനിരങ്ങളിൽ പാർക്കുകയും ചെയ്തവൻ അവൻ യഹോവയെ കുറിച്ച് എന്റെ സങ്കേതം, ഞാൻ ആശ്രയിക്കുന്ന പാറയിൽ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഒരു അനർത്ഥ ദിവസം നിന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൽ അവൻ പാറമേൽ നിന്നെ ഉയർത്തും. ആ ക്രിസ്തു ആകുന്ന പാറമേൽ ഹല്ലേലൂയ ഉയർത്തണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അവന്റെ ചിറകിന്റെ കീഴിൽ, അവന്റെ കൂടാരത്തിന്റെ കീഴിൽ ആയിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, നിന്നെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ഞാൻ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ ഈ സങ്കീർത്തനം വായിച്ചു. ആ ആള് ഒരു ഇങ്ങനെ പറഞ്ഞു. എന്നാല് ഞാൻ അതിനുശേഷം ഈ കൂടാരം എന്നുള്ള വാക്ക് എന്റെ മനസ്സിൽ പിന്നെയും എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഈ ബൈബിൾ വായിച്ച് ഇതേക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിനോട് സംസാരിച്ചതാണ്. പ്രിയമുള്ളവരെ, ദൈവം തരുന്ന നാളുകളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് ഹല്ലേലൂയ. നമ്മളും ഈ കാനമച്ചൻ റീസെന്റ് മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരെ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടില്ല, അനേക അത്ഭുതങ്ങൾ കാണിച്ചിട്ടല്ലേ എങ്കിലും ഹല്ലേലൂയ എനിക്ക് ആ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണം. അതൊറ്റയുള്ള എന്റെ ആഗ്രഹം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതയാത്രയിൽ നമ്മളെ തളർത്തുന്ന സംഭവങ്ങൾ നമ്മുടെ നേരെ വരും. നമുക്ക് അതിജീവിക്കാൻ ആ സർവശക്തന ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ. അതിനെന്ത് ചെയ്യണം അറിയാമോ? നിന്റെ വായിൽ നിന്ന് വചനം മാറിപ്പോകരുത്. ദൈവത്തിന്റെ ആത്മാവ് വേണം. അതുകൊണ്ട് നിന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. സദൃശ്യവാക്യം 16:3 പറയുന്നു, നിന്റെ പ്രവൃത്തി യഹോവയെ ഏൽപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശം സാധിക്കും. ഈ നാളുകൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തരായി ജീവിച്ച് നല്ലൊരെണ്ണം പ്രാപിപ്പാൻ ഇടയാകേണ്ടതിന്റെ ദൈവസ്ഥനിൽ എന്നെയും സമർപ്പിക്കുന്നു. അതിനുള്ള പ്രാർത്ഥന എന്റെ വാക്കുകളെ ചുരുക്കുന്നു. സമയം തന്ന ദാസന് നന്ദി പറയുന്നു. ദൈവം അനുവദിക്കുമെങ്കിൽ അടുത്ത മൺഡേയിൽ, ഞാൻ അടുത്ത സൺഡേയിൽ കൂടെ ഉണ്ട്. മൺഡേ ഞാൻ തിരിച്ചു പോകുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. താങ്ക് യു.